ഗുരുവായൂരിൽ എത്തുന്നവർക്ക് ക്ഷേത്ര ദർശനമാണ് ഏറ്റവും പ്രധാനം. കാത്തു കാത്തു നിന്ന് സ്വർണ്ണശ്രീലകത്തിന് മുന്നിലെത്തി കണ്ണനെ ഒരു നോക്ക് കാണുന്നത് പുണ്യാനുഭവമാണ്. ജീവിതത്തിൽ അതിൽ പരമൊരു ആനന്ദാനുഭവം വേറെയില്ല. ഇത് മാത്രമല്ല ഭക്തൻ്റെ ദിവ്യാനുഭവം. ഗുരുവായൂരിൽ കാലെടുത്ത് വയ്ക്കുന്നത് മുതൽ ലഭിക്കുന്ന വ്യത്യസ്തമായ കൃഷ്ണാനുഭവങ്ങൾ അവരെ വീണ്ടും വീണ്ടും ഗുരുവായൂരിലേക്ക് എത്തിക്കുന്നു. അതിസവിശേഷമാണ് ഗുരുവായൂരിലെ വൈബ്. ഏഴഴകുള്ള മയിൽപ്പീലി, ചന്തം തികഞ്ഞ കുന്നിക്കുരു, സംഗീതം നിറയ്ക്കുന്ന മുളന്തണ്ട്, അരമണിക്കിങ്ങിണി, ആലിലച്ചേല്, ചന്ദന സുഗന്ധം. ഉണ്ണിക്കണ്ണനെ ഓർമ്മിപ്പിക്കുന്ന ബിംബങ്ങൾ അനേകമാണ്. ക്ഷേത്ര പരിസരത്ത് കൃഷ്ണസാമീപ്യം ഇത്തരം ബിംബങ്ങളിലൂടെ ഭക്തർ തിരിച്ചറിയുന്നു. ഒരാന നടന്ന് നീങ്ങുന്നത് കണ്ടും ചങ്ങലക്കിലുക്കം കേട്ടും പാൽപ്പായസത്തിൻ്റെയും നെയ്യപ്പത്തിൻ്റെയും ഗന്ധം ഗന്ധിച്ചും താമരയും തുളസിയും നന്ദ്യാർവട്ടവും കണ്ട് ആനന്ദിച്ചും ഭക്തർ സംതൃപ്തരാകുന്നു. ക്ഷേത്ര പരിസരത്തെ വർണ്ണാഭമായ കടകളാണ് മറ്റൊരു പ്രധാന ആകർഷണ കേന്ദ്രം. ചെറിയ ലോക്കറ്റുകൾ, മോതിരങ്ങൾ, കൃഷ്ണവിഗ്രഹങ്ങൾ, കണ്ണൻ്റെ ഓമനത്തുമുള്ള ചിത്രങ്ങൾ, തരിവളകൾ, പാലക്കാമാലകൾ, കൗതുക വസ്തുക്കൾ, എന്തെല്ലാം ഭംഗിയാർന്ന കൃഷ്ണാനുഭവങ്ങളുടെ ബിംബങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രനടയിലില്ലാത്തത്. അതീവ ഭംഗിയോടെ അലങ്കരിച്ച് വർണ്ണപ്രഭ വിതറുന്ന നൂറുകണക്കിന് കൊച്ചു കടകൾ ദ്വാപരായുഗത്തിലെ വൃന്ദാവന സ്ഥലി പോലെ ഗുരുവായൂരിനെ സമ്മോഹനമാക്കുന്നു. ഓരോ കടയും ഓരോ അലങ്കാരശാലകളാണ്, വൈവിധ്യമാർന്ന സൗന്ദര്യ കേന്ദ്രങ്ങളാണ്. അലങ്കാരപ്രിയനായ കണ്ണൻ്റെ ഭക്തരെ മോഹിപ്പിക്കാൻ ഇത്തരം കടകൾക്ക് സാമർഥ്യമേറെയുണ്ട്. ഗുരുവായൂരിലെ കാഴ്ചകളെല്ലാം അതേപോലെ തന്നെ സമ്മോഹനങ്ങളാണ്. ഗുരുവായൂരപ്പൻ്റെ ഓരോ നിഴൽപ്പാടും ശേഷിക്കുന്ന സ്ഥലികളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത്. ക്ഷേത്രക്കുളമാകട്ടെ, കുളത്തിന് നടുവിൽ നിൽക്കുന്ന കാളിയമർദ്ദനമാകുന്ന കണ്ണനാകട്ടെ, കുളത്തിലേക്ക് വീഴുന്ന നിഴലുകളാകട്ടെ, എല്ലാം ഭക്തർക്ക് അതിമനോഹരമായ അനുഭവമായി മാറുന്നു. മറ്റൊന്ന്, ഗുരുവായൂരിലെ ദർശനം കഴിഞ്ഞാൽ, ക്ഷേത്രദർശനം കഴിഞ്ഞാൽ ഉടൻ ഭക്തർ മസാല ദോശയും കാപ്പിയും കഴിക്കുക എന്നത് പല കുടുംബങ്ങൾക്കും നിർബന്ധ ഇനമാണ്. കൊതിയൂറുന്ന ഈ ഗന്ധങ്ങൾ കൂടി ഗുരുവായൂരിൻ്റെ അടയാളമാകുന്നു. പ്രസാദവൂട്ടിനായി അന്നലക്ഷ്മി ഹാളിൽ കാത്തുനിന്ന് ഊണ് കഴിക്കുന്നവർ ഇല്ലായ്മക്കാരല്ല. എവിടെ നിന്നും കിട്ടാത്തൊരു രുചി കണ്ണൻ്റെ പ്രസാദവൂട്ടിലുണ്ട്. എത്ര കൂട്ടിയാലും മതിയാവാത്ത രസകാളൻ. ആ മണം കിട്ടിയാൽ വായിൽ വെള്ളമൂറും. ക്ഷേത്രത്തിലെ പ്രസാദങ്ങളും രുചിമുകുളങ്ങൾക്ക് ഹരം പകരും. പാൽപ്പായസവും അപ്പവും മടയും അവിലും പാലടയും നെതിച്ചോറും എല്ലാം വിശേഷം തന്നെ. ത്രിമധുരത്തിൻ്റെ രുചി അറിഞ്ഞവർ അതിൽ ശ്രദ്ധാലുക്കളാവും. ഗുരുവായൂരിൽ വന്നിറങ്ങുമ്പോൾ മഞ്ജുളാലിൽ, നടപ്പുരയിൽ, ദീപസ്തംഭത്തിന് സമീപം, ഗോപുരകവാടത്തിൽ, രുദ്രതീർത്ഥത്തിൽ എല്ലായിടത്തും അനുഭൂതിയായി കണ്ണൻ്റെ സാന്നിധ്യമുണ്ട്. നടന്നു നീങ്ങുന്ന നർത്തകിമാർ, തുളസിമാല അണിഞ്ഞ നവദമ്പതികൾ, ദർശനം കാത്ത് നാമം ജപിച്ച് നിൽക്കുന്നവർ, കാഴ്ചയിലും കേൾവിയിലും ഗന്ധത്തിലും അനുഭവത്തിലും രുചിയിലും സ്പർശത്തിലും നിറയുന്നത് കാർവർണ്ണൻ്റെ സാന്ത്വനമാണ്. ഈ വൈബ് വീണ്ടും വീണ്ടും ഭക്തരെ ഗുരുവായൂരിലേക്ക് എത്തിക്കുകയാണ്. ഗുരുവായൂരിലേക്ക് എത്തിച്ചേർന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൃഷ്ണാനുഭവം ലഭിക്കാത്തവർ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഒരു ഉണ്ണിക്കണ്ണനായി, ഒരു കറുത്ത ഉണ്ണിയായി, ഒരു വെളുത്ത ഉണ്ണിയായി ഗുരുവായൂരപ്പൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണാർപ്പണം.